ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. അത് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ എത്തിച്ചേരേണ്ട സ്പോട്ടിലായിട്ടുണ്ട് കേട്ടോ. ഇതാണ് ചാലക്കുടിയിലെ അതിപ്രശസ്തമായിട്ടുള്ള സേക്രഡ് ഹെർട്ട് കോളേജ്. സിസ്റ്റേഴ്സിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന ഒരു കോളേജാണിത്. അപ്പോൾ അതിൻ്റേതായ ഒരു മനോഹാരിത ആയ കോളേജിനുണ്ട്. നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഒരു ഉണർവ് നൽകുന്ന ഒരു അന്തരീക്ഷമാണ് ആ കോളേജിലുള്ളത്. ഈ കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലി ക്യാമ്പസാണ്. അതുപോലെ പ്ലാസ്റ്റിക് പ്രൊഹിബിറ്റഡ് ക്യാമ്പസാണ്. പിന്നെ കാർബൺ ന്യൂട്രൽ ക്യാമ്പസാണ്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ളൊരു ക്യാമ്പസും ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇന്നത്തെ പരീക്ഷ ഉള്ളത്. അപ്പോൾ പ്രൊവിൻസ് തലത്തിൽ നടത്തുന്ന ഒരു എക്സാമാണ് മോറൽ സയൻസ് എക്സാം. അപ്പോൾ അത് ആദ്യമേ സ്കൂൾ ലെവലിൽ നടത്തി അവിടുന്ന് ഫസ്റ്റും സെക്കൻഡും സെലക്ട് ചെയ്തിട്ട് അവർ ഈ ലെവലിലോട്ട് കൊണ്ടുവരും. അപ്പോൾ അവിടെയും എൻ്റെ മോൾക്കാണ് ഫസ്റ്റ് കിട്ടിയേക്കണത്. അപ്പോൾ അത് വളരെയധികം സന്തോഷമുണ്ട്. ഒരു പാരൻ്റ് എന്ന നിലയിൽ നമ്മൾ ഈ സമയം നമുക്ക് ഒരുപാട് സന്തോഷമാണ്, ഒരുപാട് അഭിമാനവുമാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും പിന്നെ ടീച്ചേഴ്സിനൊരു ക്ലാസ്സുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കൂൾ വണ്ടിയിലാണ് അവരെ കൂടെ ഒരുമിച്ച് വന്നേക്കുന്നത്. അപ്പോൾ 10 മണിക്കാണ് അതിൻ്റെ രജിസ്ട്രേഷനും ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങുക. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കോളേജൊന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഹലോ ഗൈസ്, അപ്പോൾ കോളേജ് ആയാലൊക്കെ ഇങ്ങനെ വേണം. ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോൾ നമ്മളെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു പുറത്തുനിന്ന് വന്നൊരു അച്ഛനാണ് നമുക്ക് ക്ലാസ് എടുത്തത്. പാരൻറ്റിനായാലും കുട്ടികൾക്കായാലും ടീച്ചേഴ്സിനായാലും വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലായിരുന്നു ആൾ വിഷ്വൽസൊക്കെ കാണിച്ചിട്ട് ക്ലാസ് എടുത്തത്. ഏകദേശം 1.5-2 മണിക്കൂറോളം നമ്മൾ ആ ക്ലാസ് കേട്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അതിശയകരമാണ്. അത്ര വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു അത്. അവൻ്റെ കൈകാലുകൾ മരവിച്ചു തുടങ്ങും, പിന്നെ അവൻ വിറച്ചു കൊടുക്കും, ആ നവോധാവസ്ഥയിൽ പോകും. വീട്ടുകാർക്ക് ഒരു രക്ഷയില്ല. ഇവനെ എന്ത് പറഞ്ഞിട്ടും സ്കൂളിൻ്റെ പടി കടക്കുമ്പം ഇതെല്ലാം സംഭവിക്കും. അവസാനം പാരൻസിന് അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ടീ ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇരിക്കുവാണ്. അപ്പോൾ ഒരു ഉദ്ഘാടനം വീണ്ടും ഉണ്ടായിരുന്നു. റിട്ടയർഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾക്ക് ഒരു ആദരം ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ
നമുക്ക് നമ്മുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവണം. അപ്പോൾ ആ ഒരു പരിപാടിയാണ് സ്റ്റേജിൽ ബാബു മാർത്തോമ EMUP സ്കൂൾ വലിയ അഴീക്കോട്. സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊവിൻസിന്റെ കീഴിൽ ഒരുപാട് സ്കൂളുകൾ ഈ ഒരു എക്സാം ദിയ കെ സി സെന്റ് തോമസ് CBSE സ്കൂൾ കൊടുങ്ങല്ലൂർ. സെക്ഷനിലും UP സെക്ഷനിലും ഒരുപോലെ ഫസ്റ്റ് നമ്മുടെ സ്കൂളിലാണ്. അത് ഏറ്റവും വലിയ അഭിമാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി ട്രെയിൻ ചെയ്ത കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒരുപാട് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും അൻസാന മാർത്തോമ EMUP സ്കൂൾ അഴീക്കോട്. സെക്കൻഡ് വൈഗ വിപിൻ മാർത്തോമ EMUP സ്കൂൾ അഴീക്കോട്. സ്റ്റാൻഡേർഡ് 7 ഫസ്റ്റ് ഡിവീന TS മാർത്തോമ EMUP സ്കൂൾ അഴീക്കോട്. സെക്കൻഡ് വൈഗ ലക്ഷ്മി UP സ്കൂൾ കരാഞ്ചിറ. സ്റ്റാൻഡേർഡ് 8 എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. സ്റ്റാൻഡേർഡ് 10 ഫസ്റ്റ് അനീവ PS സെന്റ് ജോസഫ് CGHS കരുവന്നൂർ. സെക്കൻഡ് ദിയ ദേവൻ മാർത്തോമ EMUP സ്കൂൾ അഴീക്കോട്. തേർഡ് ബ്രാക്കറ്റഡ് ആണ് SHLP സ്കൂൾ ചാലക്കുടി ആൻഡ് സെന്റ് തോമസ് CBSE സ്കൂൾ കൊടുങ്ങല്ലൂർ. മാർത്തോമ EMUP സ്കൂൾ അഴീക്കോട്. സെക്കൻഡ് സെന്റ് ജോർജ് UP സ്കൂൾ കരാഞ്ചിറ. സെക്കൻഡ് SHCGHS സ്കൂൾ ചാലക്കുടി. സെക്കൻഡ് ബ്രാക്കറ്റഡ് ആണ്.